ഇന്നിപ്പോൾ എന്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് ഷെൽ ബീഡ്സും അതേപോലെ തന്നെ ഒരു ഹെയർ ബാൻഡും കിട്ടിയത്. എങ്കിൽ പിന്നെ ഇത് രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് ആ ഹെയർ ബാൻഡ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അങ്ങനെ വേഗം തന്നെ നമ്മൾ കുറച്ച് പശ എടുത്തിട്ട് ഹെയർ ബാൻഡ് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഈ ഓരോ ഷെൽ ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു. ഫസ്റ്റൊക്കെ വെക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇത്തിരി ധൃതി കൂടുതലായതായിരുന്നു പ്രശ്നം. പക്ഷേ അതിന് ശേഷം ഓരോന്നൊക്കെ ആയിട്ട് വളരെ കെയർഫുള്ളായിട്ട് എടുത്ത് വെച്ചപ്പോൾ അത് നേരെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ പശ എന്തായാലും നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ എന്താണ് അത് നേരെ ഒട്ടുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ എപ്പോഴോ മീഷോന്ന് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, ഈ ഒരു ഷെൽ ബീഡ്സ്. പക്ഷെ അത് ആ സമയത്തൊന്നും അത്രയ്ക്കൊന്നും ആവശ്യം വന്നില്ല. അതൊന്നും ഒരുപാട് ഇപ്പോഴും ബാക്കിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഇതുകൊണ്ട് പിന്നെ ഇപ്പോൾ എന്താ ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെ പെട്ടെന്നാണ് ഇന്ന് ഈ ഹെയർ ബാൻഡും ഷെൽ ബീഡ്സും കൂടി കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. അങ്ങനെ എല്ലാ ബീഡ്സും ഒട്ടിച്ച് വന്നപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഹെയർ ബാൻഡാണിത്.